തിരിച്ചു വരാൻ സായി തുടരുക. ഇപ്പോൾ ആലപ്പുഴയിൽ കിടിലൻ സ്ഥാനാർത്ഥി വരുമെന്നാണ് നേരത്തെ വി.ഡി. സതീശൻ വ്യക്തമാക്കിയത്. ഇന്ന് യാത്ര ആലപ്പുഴയിലാണ്. നമുക്കറിയാം ആലപ്പുഴ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല കൂടിയാണ്. കോൺഗ്രസിന് ഏറെ വേരുകളുള്ള ഒരു മണ്ഡലമാണ്. രമേശ് ചെന്നിത്തലയുടെ നാടാണ്, വി.എം. സുധീരന്റെ നാടാണ്, എ.കെ. ആന്റണിയുടെ നാടാണ്. അവിടെ കിടിലൻ സ്ഥാനാർത്ഥി വരുമെന്നാണ് സതീശൻ ഇന്ന് വ്യക്തമാക്കിയത്. ഞാനാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ദേശീയ പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി കൂടി എന്നിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി കൂടും അടുത്ത ദിവസം തന്നെ. ആ സ്ക്രീനിങ് കമ്മിറ്റി കൂടിയിട്ട് ആ പ്രപ്പോസൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് കോൺഗ്രസിൻ്റെ. ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അത് തീരുമാനിക്കും. നല്ല കിടിലൻ സ്ഥാനാർത്ഥി ആലപ്പുഴ പോയിക്കും. സജിത്ത്, കിടിലൻ സ്ഥാനാർത്ഥി വരുമെന്നാണ് ഈ ലീഗ് ഈ അവകാശവാദം മുറുക്കുന്നതിന് മുൻപ് സതീശന്റെ പ്രതികരണം. ആലപ്പുഴ അങ്ങനെ കോൺഗ്രസിന് വളരെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണോ? എത്രയോ കോൺഗ്രസുകാർ ഐതിഹാസികമായ വിജയം നേടിയ ഒരു സ്ഥലം, എത്രയോ കേന്ദ്രമന്ത്രിമാരെ കോൺഗ്രസ് സംഭാവന ചെയ്ത ഒരു സ്ഥലം, എത്രയെത്ര നേതാക്കന്മാരെ കോൺഗ്രസ് നേതൃത്വത്തിൽ വന്ന ഒരു മണ്ഡലം, അവിടെ ലീഗിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് എത്ര ആത്മഹത്യാപരമാണ്. ലീഗ് സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങേണ്ടി വന്നാൽ അത് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പവും തർക്കവും പ്രശ്നങ്ങളും ചെറുതായിരിക്കില്ല. കാരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാവരുടെയും തട്ടകം അവിടെയാണ്. ഇത് മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിന്റെ തന്നെ തട്ടകമാണ്. അദ്ദേഹം മുമ്പ് മത്സരിച്ച ഇടമാണ്. ഇത്തവണ അദ്ദേഹം വീണ്ടും മത്സരിക്കുമെന്ന സൂചന പോലും നിലനിൽക്കുന്നതിനിടയിലാണ് ആലപ്പുഴയും ലീഗും തമ്മിലുള്ള ഈ ആശയ ചർച്ചകൾ ഉയർന്നു വരുന്നത് എന്നതാണ് സാഹചര്യം. ഒരുപക്ഷെ ഈ ആലപ്പുഴ എന്ന പേര് ഉയർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അവിടെ ആലപ്പുഴ സീറ്റ് മാത്രമേ ഒഴിവുള്ളൂ, സിറ്റിംഗ് സീറ്റ് അല്ലാതെ എന്നത് കാരണമാണ്. ഒരുപക്ഷെ ലീഗിൻ്റെ ഒരു സമ്മർദ്ദമാവാം. ആ സമ്മർദ്ദത്തിനൊടുവിൽ കോൺഗ്രസിന് മറ്റു ചില ഉറപ്പുകൾ നൽകേണ്ടി വന്നേക്കാം. അത് ചിലപ്പോൾ രാജ്യസഭാ സീറ്റാവാം, അല്ലെങ്കിൽ കൂടുതൽ നിയമസഭാ സീറ്റുകളാവാം. എന്തായാലും ഇക്കാര്യത്തിൽ ലീഗ് കടുത്ത സമ്മർദ്ദം കോൺഗ്രസിന് മുന്നിലേക്ക് വെക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെയും സാഹചര്യം. നമുക്ക് നേരത്തെ 5ാം മന്ത്രിയുമായി ബന്ധപ്പെട്ട് ലീഗ് ഉയർത്തിയ ഒരു സമ്മർദ്ദം കഴിഞ്ഞ UDF ഭരണകാലത്ത് നമുക്ക് ഓർമ്മയുണ്ട് സഹിത്ത്. പക്ഷെ അവിടെ കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നു. കാരണം CPM തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ലീഗില്ലാതെ എന്ത് കോൺഗ്രസ്, ലീഗില്ലാതെ ഒരു മണ്ഡലത്തിലെങ്കിലും കോൺഗ്രസിന് ജയിക്കാനാകുമോ? ഇനിയും വഴങ്ങേണ്ടി വന്നാൽ കോൺഗ്രസ്സുകാരുടെ ഉത്തരം പറയേണ്ടി വരും. ലീഗ് മുന്നണി വിട്ടാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. അങ്ങനെ പലവിധ പ്രതിസന്ധികളുണ്ട് കോൺഗ്രസിന് മുന്നിൽ. അതുതന്നെയാണ് പ്രതിസന്ധി. കാരണം ലീഗിനെ ഒഴിവാക്കി കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവില്ല. UDFന്റെ അവിഭാജ്യ ഘടകമാണ് മുസ്ലിം ലീഗ്. ഇക്കാര്യത്തിൽ തർക്കമില്ല. അത് കോൺഗ്രസ് തന്നെ അംഗീകരിക്കുന്നതുമുണ്ട്. ഇതാണ് ഒരു സാധ്യത മുസ്ലിം ലീഗിന് മുന്നിൽ. ഒപ്പം ലീഗ് നേതൃത്വവും പാർട്ടി അണികളെ തൃപ്തിപ്പെടുത്താൻ, പാർട്ടിയിലെ മറ്റ് നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ 3ാം സീറ്റ് എന്ന വാദത്തിൽ അവസാന ഘട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്ന ആവശ്യം അവർക്ക് മുന്നിലുമുണ്ട്. അത്തരം ആഭ്യന്തര സംഘർഷം ലീഗും നേരിടുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാതെ ലീഗ് നിലപാടെടുക്കുന്നത്. ഒരുപക്ഷെ 3ാം സീറ്റിന് വേണ്ടി അവസാന നിമിഷം വരെ നിലപാടെടുത്തു. ഒടുവിൽ ചില വിട്ടുവീഴ്ചകൾക്ക്, മുന്നണിയുടെ പൊതുധാരണകൾക്ക് വേണ്ടി വഴങ്ങേണ്ടി വന്നു എന്ന പ്രതിച്ഛായ, എന്നൊരു പ്രതീതി ജനിപ്പിക്കാനും ലീഗ് ശ്രമിക്കുന്നുണ്ടാവും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സസ്പെൻസ് അവസാന ഘട്ടം വരെ നിലനിർത്താൻ ലീഗിനും കോൺഗ്രസിനും ആകുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അത് നാളത്തെ നിർണായകമായ ചർച്ചയാണ്. ആ ചർച്ചയ്ക്കൊടുവിൽ ഇത്തരമൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ആലപ്പുഴ വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ അത് ആത്മഹത്യാപരമാകുമോ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് എന്ന ചോദ്യം തീർച്ചയായും ഉയർന്നു. അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. അതേസമയം ഇന്ന് KC വേണുഗോപാൽ, കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി